എത്രണ്ട് ഷീറ്റ് ചോദിച്ചു? ഒരു 5-10 ഉണ്ട്. പാലെടുത്തറന്നാ? ഇല്ല, പാലെടുത്തില്ല. എടുക്കാൻ പോണേ ഉള്ളൂ. പാലെടുത്ത് അടിച്ച് ഇതാക്കി എപ്പോഴാ വില പറയാന്ന് പറയാൻ പറ്റുന്നില്ല. ശരി ശരി ശരി. അങ്ങനെ എപ്പോഴാ പോണ? ആ കമ്മാവനുണ്ടല്ലോ, എന്താണ് അഴകേഷനാ? എന്തിനാ പതുക്കെ പറഞ്ഞ? എടി എന്റെ വീട്ടിൽ എനിക്ക് ഉറക്കം സംസാരിക്കാൻ പാടില്ലേ? അതിനും പറ്റില്ലേ? അപ്പൊ അത് എന്ത് സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞില്ലായിരുന്നു? ആര് പറഞ്ഞു? ഇന്നലെ നമ്മളെല്ലാം കൂടി തീരുമാനിച്ചല്ലേ മോഹൻലാലിന്റെ പുതിയ പടം കാണാൻ പോണെന്ന്. നമ്മളെല്ലാരും കൂടി തങ്കത്തിനെയും കൂടി വിളിച്ചാലേ? വിളിക്ക്. അതിലൊരു 10-15 വീട്ടുകാരെയും വിളിക്കും. എടി ഇതിന്റെ കാശ് ആരാണ് കൊടുക്കുന്നത്? എന്തിനാ ചായ എന്നോട് ഒച്ചെടുക്കണേ? നിങ്ങൾ മക്കളല്ലേ പറഞ്ഞ സിനിമയ്ക്ക് പോവാന്ന്? എടി നീക്ക് ആദ്യം ചെയ്യേണ്ടത് നിർമ്മോ, കണ്ടോടത്തൊക്കെ വലിഞ്ഞു കയറി കൊറോണ ഇവിടെ താമസിക്കണ്ടല്ലോ, അവനെയൊക്കെ അടിച്ച് എങ്ങനെ പുറത്താക്കാൻ നോക്ക്. അവരേതായാലും ഇന്ന് പോയി ഇന്ന് സിനിമയ്ക്ക് പോണം, ഞങ്ങൾക്ക് പോണം, പോയാൽ പറ്റൂ. എടി നീ ഒരു കാര്യം മനസ്സിലാക്കാം, വേറെ എന്ത് വേണമെങ്കിൽ ഞാൻ സഹിക്കാം, പക്ഷെ ഈ കുട്ടികളുള്ള വീട്ടിൽ നിന്ന് വെള്ളോടിയുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. സത്യം. അയ്യോ, കുപ്പി പൊട്ടിക്കുമ്പോഴേ പോയി അവരുടെ കൂടെ കമ്പനി കൂടെ ആരാ? ഞങ്ങൾ സ്ഥിരം കാണണം. കുടിച്ചു കുടിച്ച് ബോധം തെളിയട്ടെ. പല്ല് വേപ്പ് ഇത്രയും മതി. ശരിക്ക് പറഞ്ഞ പല്ല് വേക്കാൻ പോലും ഒരു സ്വസ്ഥത കിട്ടാത്തൊരു വീടായി മാറിയിരിക്കുന്നുണ്ട്. മമ്മിയുടെ വീട്ടുകാർ കാരണം സിനിമാ പോക്ക് മുടങ്ങിയ. അമ്മേനെ പറഞ്ഞു കുറ്റാട്ടാ. ചായ ഉച്ചയ്ക്ക് ഉണ്ടാൻ വരുമോ? എന്തിനാ ഇവിടെ വന്നിട്ട് അവന്റെയൊക്കെ മോന്താണെന്നല്ലേ ഒരു പൊതിച്ചോറ് വാങ്ങിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഴിക്കുന്നല്ലേ? എല്ലാം അടുക്കാന്ന് എല്ലാം ഉണങ്ങിയിരിക്കുക. പൊക്കോളും. എന്നാലും എടുത്ത് കളയാമ മോനെ. ഇവിടുന്ന് വേണ്ടടാ, നമുക്ക് ആ തലക്കിന്ന് ഇങ്ങോട്ട് തുടങ്ങാം. ഹലോ ഹലോ ഹലോ, എന്തുപോയി കാണിക്കുന്നേ? എന്ത് കൃഷി? കൃഷി അത് ചെയ്യുന്നുണ്ടല്ലോ, പോരെ? അതല്ല, ഞങ്ങൾ ഈ തൊടി മുഴുവനേ മുല്ലപ്പൂ കൃഷി നടത്താൻ പോവാ. ഇവിടെ നട്ടിരുന്ന കപ്പയോ? അത് ഞങ്ങളെല്ലാം ഇളക്കി കളയാൻ പോവാ. ഇളക്കി കളയാനാ? ഓ എന്തോ എവിടെ പൊട്ടാ തോന്നുന്നുണ്ട്. അല്ലളിയാ കിഴങ്ങ. കിഴങ്ങിനോ? അല്ല. എന്താ വിളിച്ചേ? എന്താണ് വിളിച്ചേ? അല്ല നമ്മൾ നിർത്തോ, അങ്ങോട്ട് മാറിക്കണോ? ഇവിടെ നട്ടിരിക്കുന്നത് കിഴങ്ങാണല്ലോ. അത് ഈ കിഴങ്ങെന്ന് പറഞ്ഞപ്പോ ഒട്ടും വിലയില്ല, കിലോയ്ക്ക് 15 രൂപയെ വിലയുള്ളൂ. പക്ഷെ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ അത് വളർന്നു കഴിഞ്ഞാൽ കിലോയ്ക്ക് 3500 രൂപ വിലയുണ്ട്. താൻ എന്നെ കണക്ക് പിടിപ്പിക്കണ്ട. ഇവിടെ കിഴങ്ങ് കഷ്ടപ്പെട്ട് നട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഞാനാ. അവിടെ കയറി വേറെ വല്ല വിളച്ചിൽ നടത്തിയല്ലോ. വിവരം അറിയേ? ജലോടിപ്പോ ഇവിടെ കിഴങ്ങ് നടാൻ ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ വഴി പോണോടൊന്നും കയറി പറയേണ്ട കാര്യം എനിക്കില്ല. താനാരാ? അതന്നെ എനിക്കും പറയുള്ളൂ. വലിഞ്ഞു കയറി വന്നവരോടൊന്നും പറയേണ്ട ആവശ്യം. ഞാൻ വലിഞ്ഞു കയറി വന്നവനൊന്നും അല്ല. ഇതാണെന്നറിയോ? അത് എന്റെ പെങ്ങള്. അതായത് എന്റെ ഭാര്യ. ഇയാളാരാ? ഇതാരാ? അത് ഇവളുടെ ആങ്ങളാ. അപ്പൊ ഇതോ? അവന്റെ ഭാര്യ. അപ്പൊ ഞാൻ അവളുടെ അമ്മാമൻ. അത്രേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും മോളെ, ഇവിടെ കൊണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൃഷി നശിപ്പിച്ച വിവരം അറിയും. എന്ത് വിവരം അറിയും? എന്ത് വിവരം അറിയും? ചേട്ടൻ കുറെ നേരം അല്ലേ പറയണ ഞങ്ങൾ ഇവിടെ മുല്ലപ്പൂ കൃഷി ചെയ്യും. ചേട്ടൻ ചെയ്യാൻ പറ്റുന്ന? ചെയ്യാൻ പറ്റില്ല, നടക്കില്ല. എന്താ നടക്കില്ലാത്ത? നല്ല അന്തസ്സായിട്ട് നടക്കും. പോലീസാണ്. പോലീസാണെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ പട്ടാളാ. ആ പട്ടാളങ്ങ അതിർത്തിയില്, മനസ്സിലായില്ലേ? ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോവാൻ നോക്ക്. ചേട്ടൻ ഒരുപാട് മാറാനൊന്നും ഉദ്ദേശിക്കില്ല. എന്റെ ക്ലീറ്റോന് അവകാശപ്പെട്ട ഭൂമിയാണ്. എന്ത് ക്ലീറ്റോക്ക് എവിടെ അവകാശപ്പെട്ടത്? നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ വന്ന് 2 കപ്പ് നടാൻ കണ്ടപ്പോൾ നിങ്ങളൊക്കെ പറമ്പ് മുഴുവൻ നടും, അതും ഇടക്ക് കയറ്റാം വയലോട്ട്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മുല്ലപ്പൂ മതി. ഒരു കാര്യം ചേട്ടൻ മനസ്സിലാക്കിക്കോ, ഇവിടെ എന്താണെങ്കിലും ഞങ്ങൾ മുല്ലപ്പൂ കൃഷി ചെയ്യും. ചേട്ടൻ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചെയ്യും. വൈകിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ കപ്പക്കൊള്ളിയിൽ ഒരെണ്ണോങ്ങാനം നശിപ്പിച്ച പൗലോസ് ആരാണെന്നറിയും. മനസ്സിലായിക്കോട്ടാ? എന്തൊരു ധൈര്യടി. പിന്നല്ലാണ്ട് എന്ത് കാര്യത്തിനാ മേടിക്കണത്? ക്ലീറ്റ് എന്താ ക്ലീറ്റ് ഈ മണുമണാന്ന് നിക്കണത്? സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ തങ്കം. നീ ഒരു സംഭവം തന്നെ. ഇയാളെന്താ വായും പിടിച്ചു നോക്കിക്കണേ? അല്ല, പോലീസുകാരൊക്കെ എത്ര ഉള്ളൂ അല്ലേ? എനിക്ക് സാറിനെ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ അല്ല അവിടെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. വെച്ചാൽ ഭയങ്കര എവിടെ നിന്നെങ്ങാണ്ടൊക്കെ കഷ്ടപ്പെട്ട് കുടുങ്ങി നട്ടു വെച്ചതാ. അതങ്ങനെ പെട്ടെന്ന് അത് കണ്ടപ്പോ അങ്ങനെ ദേഷ്യം വന്നു പോയത്. പിന്നെ ഇങ്ങനെയല്ല ഒരു മനുഷ്യനോട് പെരുമാറുന്നത്. പറമ്പ് മുഴുവൻ കപ്പ നട്ടു വെച്ചേക്കണം, അത് വല്ല പ്രയോജനം ഉണ്ടോ? ഭയങ്കര ഇഷ്ടാന്ന്. അത് ഇഷ്ടമുണ്ടെന്നിട്ട് അത് ഗുണമുള്ള കാര്യം
ആയിട്ട് എല്ലാം ഉണങ്ങി ദ്രവിച്ച് നിൽക്കണു. അവിടെ അത് മാറ്റിയിട്ട് മുല്ലകൃഷി തുടങ്ങാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റാണോ? അത് ചൈന അങ്ങനെ അറിയില്ല. കപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ എന്തോ സംഭവം. വലിയ സംഭവം. അതിന് എന്തൊക്കെയാ കിടന്ന് പ്രസംഗിച്ചത്? ഇത് വേറെ ഒന്നല്ല. ഒന്ന് ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയല്ല, എപ്പോഴും പറയും. ഇപ്പൊ അവര് വന്നേ പിന്നെയാണ്. എന്തിനാ ഇങ്ങനെ നുണ പറയണത്? ഞാൻ നുണയല്ല പറയണേ. ചായന്റെ വീട്ടിൽ നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പഴാ പറയണേ എല്ലാരും വന്നപ്പോഴാ നമ്മുടെ വീടായെന്ന് പറയണേ. പറയും. അതുകൊണ്ടാണല്ലോ വീട് നിറച്ച ആൾക്കാരുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പനും അമ്മേനെയും അടിച്ചിറക്കിയത്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നാത്തൂനെ. അത് പിന്നെ വയസ്സായ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ പറഞ്ഞു, അതങ്ങനെ ആയിപ്പോയി. ഇത് നല്ല പുന്നാര വന്നത് അന്നേരം. ഇത് ക്ലീറ്റോ പെങ്ങളെ കാണുമെന്ന് പറഞ്ഞ് കൊതിച്ചു വന്നതാ. ആ മനുഷ്യനോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ട്. എന്നാലും ഈ ചൈന അങ്ങോട്ട് പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോ അങ്ങോട്ട് അംഗീകരിക്കാൻ. ഞാൻ അവിടെയൊക്കെ നോക്കുക. നാത്തൂനും കൂടി ആരോഗ്യമായി പറയണേ. ഒന്നുമില്ല അമ്മാവനൊരു പെണ്ണാലോചിക്കായിരുന്നു ഞങ്ങള്. കേരളത്തിൽ ഇനി നീ ഒരാളും കൂടി ഉള്ളായിരുന്നു അമ്മാവന് പെണ്ണാലോചിക്കാൻ. അതെന്താ മോശം കാര്യമാണത്? ഓടി അവിടുന്ന് ഇവര് ആരും വിചാരിച്ചറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നീ വയസ്സെത്ര? ഈ വയസ്സാക്കാലത്ത് പെണ്ണ് കെട്ടിയിട്ട് എന്താ കാര്യം? അതാ പറഞ്ഞ ഇപ്പൊ കെട്ടണം. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം കഴിഞ്ഞു പോവും. സമയം കഴിഞ്ഞു പോയെന്നല്ല, എന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞു. നീ പെണ്ണുമില്ല, ഇവിടെ കോഴിയില്ല. അത് കൊള്ളാം. ഇപ്പൊ അങ്ങനെയൊക്കെ വലിയ ഇതില് പറയും. കുറച്ച് എല്ലായിടത്തും ഉരുണ്ട് വീഴ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം വെച്ച് കഞ്ഞി എന്തെങ്കിലുമൊക്കെ വെച്ച് വായിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആരുണ്ട്? അറിയുന്നുണ്ടോ? മനസ്സിലായില്ല? എല്ലാവരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ഭാര്യ നോക്കാണ്ടത്. എനിക്ക് ഭാര്യയാണ് ആദ്യം കുഴഞ്ഞു വീണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥ എന്താ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവളെ നോക്കണ്ടേ? ഭർത്താവ് പറഞ്ഞോട്ടെ അല്ലേ? അമ്മാവനിങ്ങനെ എന്ത് പറഞ്ഞാലും ന്യായം പറഞ്ഞാലും ഇങ്ങനെ ശരിയാവണേ. നീ നിർത്ത്. നിന്നോട് ഞാൻ ചോദിക്കാം, നിന്റെ കെട്ടിയ എന്താണ് ഇവിടെ ഒന്ന് കാണിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം ഇത്രയും കാര്യമായിട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോ അതാ നിന്റെ വായിൽ നാക്കില്ലായിരുന്നു. ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ കേട്ടോണ്ടെന്ന് വേണം. അതെങ്ങനെ ചായനോട് ഞാൻ എങ്ങനെ പറയണേ? എന്റെ കെട്ടിയോനല്ലേ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ. കെട്ടിയന്മാരെ വരച്ച വരല് നിർത്താൻ പഠിക്കണം. അതാണ് ഭാര്യമാരുടെ കഴിവ്. എന്റെ ഈ ആങ്ങളെ ക്ലീറ്റസ് ഇവിടെ എങ്ങനെയായിരുന്നു? പുലിയായിരുന്നില്ലേ? തങ്കത്തിനാണ് കെട്ടിയതിന്റെ ശേഷം ഇപ്പൊ ഇല്ല. തങ്കം ഇങ്ങോട്ട് നിക്ക് പറഞ്ഞ ഇങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് അങ്ങനെ അനുസരിപ്പിക്കാൻ പഠിക്കണം. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ ക്ലീറ്റോനോട് കാര്യപ്പെട്ട കാര്യം പറയുള്ളൂ. അത് പറഞ്ഞ ക്ലീറ്റോന് മനസ്സിലാവുകയും ചെയ്യും. ഇത് അങ്ങോട്ട് വിളിച്ചാ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. എന്ത് ജീവിതം അത്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഒത്തൊരുമ വേണം ആദ്യം. ഞാൻ ആരാണെന്ന് പറയാമോ? ആരാണ്? എടി നിനക്കറിയായിരിക്കും, പക്ഷെ ഇവിടെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാർ കഴുതകളുണ്ട്. എവിടെ അളിയനും അമ്മാവനും അവരവിടെ ഉണ്ട്. പറഞ്ഞു എന്താണ് ദേഷ്യപ്പെടുന്ന പ്രതികളെല്ലാം ചാടിപ്പോയ? പ്രതികൾ ചാടിപ്പോയി എനിക്ക് പിടിക്കാൻ അറിയാം. പക്ഷെ അനാവശ്യം കാണിച്ചുണ്ടല്ലോ അടിച്ച് ചപ്പാൻ തകർത്തളയും. ആരെന്താവശ്യം കാണിച്ച അയാളെ അമ്മാവൻ അമ്മാവൻ എന്ത് ചെയ്യുന്ന അവളെന്നെ ഫോൺ ചെയ്തിട്ട് പറയാണ് മദ്യം വാങ്ങിച്ചോണ്ട് വരാൻ. ഞാൻ എന്താ മദ്യം വായിക്കുന്നതാ? അത്ര ബോധമില്ലല്ലോ. അല്ല അതെന്താ അറിയാമോ, അമ്മാവ എന്നോട് സാധനം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനാ പറഞ്ഞത് അളിയനെ വിളിച്ച് പറഞ്ഞാ പെട്ടെന്ന് അളിയെ അവിടെ ചെന്ന് ഞാൻ ക്യൂ നിൽക്കണ്ടല്ലോ, സാധനം കിട്ടുമല്ലോ. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, തമാശ കളിക്കണം. അല്ല പോലീസ് ഉദ്യോഗസ്ഥർ പോയാലേ പെട്ടെന്ന് കിട്ടുള്ളൂ, അല്ല അതവിടെ ലോക്കൽസ് ഒക്കെ പോയി കിട്ടിയോ? മോനെ കിട്ടും. എന്റെ കൈ വാങ്ങുന്നുണ്ട്. ഞാൻ എന്താണ് വിചാരിച്ചതിനെ പറ്റി? എന്നെ പോലത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ താൻ സാധനം വാങ്ങിക്കാൻ പറഞ്ഞ? മദ്യം വാങ്ങിക്കാൻ പറഞ്ഞ കാര്യം തനിക്ക് ഇത്ര വിവരമില്ലല്ലോ, ഇത്ര പ്രായമല്ലോ. അയ്യോ അത് മോനെ വിഷമായി ക്ഷമിക്കും. എന്ത് വിഷമായി ക്ഷമിക്കാൻ വേണ്ടി? അത് കളിക്കണോ? അല്ല അതുകൊണ്ടല്ല, വിഡ്ഢിവേഷം കെട്ടുകയാണോ? അല്ല മോനെ, ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോവണേ. എവിടെ പോണു? എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ. എന്താ കാര്യം? എനിക്കവിടെ വീടും വെളുപ്പൊക്കെ ഉണ്ട്. ഞാൻ ഇവരെ കാണാൻ വന്നതാ. അപ്പൊ അവര് പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്ന് ഒരാഴ്ച ഇനി നിൽക്കാൻ പറ്റില്ല, നാളെ തന്നെ പോണം. അമ്മാവ് കുറച്ചു ദിവസം കൂടി നിന്നിട്ടൊക്കെ പോയാൽ മതി. നീ എന്ത് മണ്ടത്തരാണ് ഈ പറയണത്? അമ്മാവൻ അവിടെ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാണ്. അല്ല അമ്മാവൻ എവിടെ പിടിച്ചു നിർത്തിട്ടുണ്ടാണ്? അമ്മാവനൊരു തീരുമാനം എടുത്തു, ഇത്രയും പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹം പോണെങ്കിൽ പോട്ടെ, അദ്ദേഹത്തിന് അവിടെ 100 കൂട്ടം കാര്യമുള്ളതല്ലേ. അതെ, അമ്മാവൻ പോയിക്കും, പക്ഷെ സാധനം ഞാൻ വാങ്ങിക്കും. അമ്മാവന്റെ ബ്രാൻഡ് അത് അമ്മാവൻ പറയട്ടെ, അമ്മാവനല്ലേ കഴിക്കണം. അതെ, അമ്മാവൻ ഏതാ വേണ്ടത്? ഞാൻ മോന്റെ വീട്ടിലെ വന്നിട്ട് മോനൊരു ട്രീറ്റ് തരുമ്പോ അല്ലേ? അതെ കേട്ടല്ലോ. അപ്പൊ മോന് ഇഷ്ടമുള്ളത് വാങ്ങിയാ അമ്മാവ എന്റെ വീട്ടിൽ വന്ന് അമ്മാവൻ ഇറങ്ങി പോകുമ്പോ സന്തോഷമായിട്ട് പോകണം. അത് എന്റെ ഒരു ആഗ്രഹമാണ്. അമ്മാവൻ എന്നല്ല ആരും.
അമ്മാവൻ ഞാൻ സ്നേഹമുള്ള ആളാണ്. പക്ഷെ ഇത്തിരി ഈ ജോലി സംബന്ധമായി ചില ഒച്ചയും ബഹളമൊക്കെ ഉണ്ടെന്നുള്ളൂ. പക്ഷെ സ്നേഹമുള്ള ആളാണ്. അതെ, പിന്നെ പോലീസ് ആവുമ്പോ ആ ശീലിച്ചതൊക്കെ വരും, എനിക്ക് അറിഞ്ഞൂടെ. അല്ലാണ്ട് ബാക്കിയൊക്കെ ഞാൻ ഓക്കെയാണ് അമ്മാവ. അപ്പൊ അമ്മാവന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്നാ ഞാൻ കാശ് എടുത്തിട്ട് വരാം. കളിക്കണം. അത് വേണ്ട, അത് വേണ്ട. എന്റെ വീട്ടിൽ വന്ന് എന്റെ തറവാട്ടിൽ വന്ന് കാശ് കൊടുത്തിട്ട് അമ്മാവൻ വാങ്ങിച്ചിട്ട് ഞാൻ അമ്മാവിൻ്റെ ഒന്ന് കഴിക്കും. അമ്മാവനെ സന്തോഷിപ്പിച്ച് വിടാൻ വേണ്ടിയാണ്. അല്ലാതെ അമ്മ വിഷമിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കൊടുക്കും, ഞാൻ വാങ്ങിപ്പിക്കും. അമ്മ ധൈര്യമായിട്ട്. അല്ല മോനെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്നാലേ ഒരു 2 ബീഫ് റോസ്റ്റും കൂടി വാങ്ങാൻ പറ. ബീഫ് റോസ്റ്റ്? അയ്യോ, ബുദ്ധിമുട്ടായെങ്കിൽ വേണ്ട. അല്ല, ബുദ്ധിമുട്ടല്ല. അപ്പൊ അമ്മാവൻ ഈ ഡക്ക് കഴിക്കും, താറാവ് താറാവ് കഴിക്കും, കഴിപ്പിക്കും ഞാൻ. അടിപൊളി താറാവ് റോസ്റ്റ് ഉണ്ട് അമ്മാവൻ. അതെല്ലാം വാങ്ങിച്ച് അമ്മാവനെ ശരിക്കും നന്നായിട്ട് സന്തോഷിപ്പിച്ച് വിടുള്ളൂ. ഹലോ, അമ്മ റെഡി ആയിക്കോ. ഞാനാണോ? പാവ മനുഷ്യനെ, ഞാൻ അങ്ങനെയൊന്നുമല്ല എഴുതി. ഞാൻ പറഞ്ഞില്ലേ മനസ്സിലൊന്നും ഇല്ലെന്നേ. തലക്കകത്തൊന്നുമില്ല, മനസ്സിൽ മാത്രമല്ല. ഉസ്മാനെ, മനുഷ്യന് മനസ്സിലാക്കണം. മനുഷ്യ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും വൈരാഗ്യങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് അമ്മാവ് ഏതെങ്കിലും മനുഷ്യനോട് പോയി പറയണം അല്ലേ അളിയാ? അത് പറയരുത്. അവൻ നല്ല മനുഷ്യത്വമുള്ളവനാ, സ്നേഹമുള്ളവനാണ് അവൻ. ഇല്ലെങ്കിൽ അവന്റെ വീട്ടില് അതിഥിയായി വന്ന എന്നെ യാത്ര അയക്കാൻ ഇത്ര ആർഭാടായിട്ട് പാർട്ടി എടുത്ത പറഞ്ഞ അവൻ ചങ്കാണവൻ. എന്റെ അളിയല്ലേ പോലീസ്മാനെ? ഇടോക്കെ സത്യത്തിൽ എനിക്ക് പോകുമ്പോ വിഷമം ഉണ്ടായിരുന്നു. എന്റെ ക്ലീറ്റസ് മോൻ ഒറ്റയാവല്ലോ എന്ന്. പക്ഷെ ഇപ്പൊ സമാധാനായി. അവന്റെ കനകളിയനേക്കാൾ 100% തങ്കപ്പെട്ട ഒരു അളിയന്റെ അടുത്താണല്ലോ അവനാക്കിയിട്ട് പോണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. പക്ഷെ എന്റെ അളിയന് എനിക്ക് അളിയന് സന്തോഷിപ്പിക്കാൻ അതെ, അളിയന് എനിക്ക് ഒന്നും തരാൻ പറ്റില്ല. ഞാൻ ബീഫ് കഴിക്കില്ല. അളിയനോട് ഇരുന്ന് നക്കളിയാ. അളിയൻ നോക്കിയോ? അളിയന് വേണ്ടി ഞാൻ നക്കാം. അളിയൻ നോക്കി. അമ്മാവൻ പറ. അമ്മാവ്, നിങ്ങള് സത്യത്തിൽ നിങ്ങളുടെ സ്നേഹം കാണുമ്പോണ്ടല്ലോ എനിക്ക് പോവാൻ തോന്നുന്നില്ലടാ. പിന്നെ അമ്മ പോണ്ടമ്മാവാ? ഞാൻ പോണില്ല. പോണ്ട. എന്താ പോയാല്? ഞാൻ പോണില്ല തന്നെ. അല്ല, എന്താ പോയാലെന്താ? അതെ, അമ്മാവ് 2 ദിവസം കഴിഞ്ഞ് പോയാ. അളിയൻ എന്ത് മണ്ടത്തൊക്കെ പറയണം. അമ്മാവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നമ്മൾ നടപ്പിലാക്കി കൊടുക്കണം. തടസ്സം നിൽക്കരുത്. അത് മതി. പോട്ടേന്ന്. മനുഷ്യന്റെ അവസ്ഥയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലാ? അതല്ല, വല്ല ബന്ധോ ഹർത്താലോ ഒക്കെ വന്നാൽ പറയാൻ പറ്റില്ല. അങ്ങനെ അത് ശരി അമ്മ. അല്ല, എന്തായാലും പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പോണം. ഞാൻ നാളെ പോവും. അതാണ് ശരി. പോയിക്കോട്ടെ. പിന്നെ പോലീസ് മോൻ ഒന്നും തോന്നരുത്, ഇതിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ പറഞ്ഞ ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ല. ഇത് ഞാന് നോക്കുമ്പോനെ ക്ലീറ്റസ് പണിയും തരമില്ലാണ്ട് ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. അവനെ കാണാൻ ഞാനും ഇവിടെ വന്നു. ഒരാഴ്ച നിന്റെ ഔദാര്യത്തിൽ ഇവിടെ ജീവിച്ചു. ഞാനിപ്പോ വന്ന് ഒരാഴ്ച നിന്റെ കൂടെ വന്ന് നിനക്ക് ഒരുപാട് ചെലവായിട്ടുണ്ടാവും. രക്ഷപ്പെടരുത്. ഇല്ല, ഞാൻ ഇവിടെ വന്ന് ഇത്രയും കാലം എനിക്ക് ചെലവാക്കിയ കണക്കെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഇപ്പൊ തരും. പറഞ്ഞോ, വന്ന മുതലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ അമ്മ വന്നതിന്റെ പിറ്റേന്ന് ഈ ചെറുക്കൻ എന്താ ഇവിടെ കാര്യം വക്കല്ലോ തലയിൽ വെച്ചോളൂ. നീ എന്താ കണക്ക് പറയട്ടാ, കണക്ക് പറയട്ടെ. നിങ്ങൾ വന്നതിന്റെ പിറ്റേന്ന് എന്റെ ചക്കൻ പിള്ളേരെ ഈ വലിയ ആളുകളും തന്നെ പൈസ ഒന്നും മേടിക്കരുത്. പിന്നെ പൈസ വാങ്ങിച്ച അതും പറഞ്ഞുകൊണ്ട് അയാൾ ഇവിടെ നിൽക്കും. പിന്നെ അയാളെ ഉള്ള നേരത്ത് സ്നേഹം അഭിനയിക്കുക. എനിക്ക് അവളുടെ സ്നേഹമുണ്ട്. അഭിനയിക്കണം, നന്നായിട്ട് അഭിനയിക്കണം, സ്നേഹം അഭിനയിക്കണം. പുള്ളിന്ന് നല്ല സ്നേഹം അഭിനയിച്ച് ആ സ്നേഹത്തോടെ പറഞ്ഞ അങ്ങേര് പൊക്കോളും സുഖമായിട്ട്. സ്നേഹത്തോട് ഞങ്ങൾ പറഞ്ഞങ്ങ് വിട്ടേക്കുക, അല്ലാതെ നിവൃത്തിയില്ല. ഒരു കാര്യം കൂടി, അവിടെ ഇരിക്കുന്ന സാധനം മുഴുവൻ വലിച്ചു കയറ്റരുത്. തൊട്ടാ എല്ലാം കൊള്ളാവും. എനിക്കറിയാം പപ്പയുടെ സ്വഭാവം കൊണ്ടാണ്. ഇത് കിട്ടിയേക്കുന്ന ചാൻസ് ആണ്, കളഞ്ഞേക്കരുത്. ചുമ്മാ നീ കൊള്ളാക്കല്ലേ. ഞാനൊന്നും
അമ്മാവനാളെയാ എന്നെ കരയിച്ച അമ്മാവനാണ്. ഞാനെന്താ ഇത്? അമ്മാവൻ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്ന് നമ്മള് മനുഷ്യരല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ചു, കുറച്ച് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കാശ് തരാൻ വേണ്ടി പോണു. അയ്യോ അത് മോശമായി പൂത്ത പൈസ. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. അതിന്റെ മോന് വിഷമായെങ്കിൽ സോറി. എനിക്ക് വിഷമമായി, വിഷമാവും. സോറി. ഞാൻ സോറി പറയണം. അളിയും വിട്ട് അളിയ അളിയ അവിടെ പോയി അളിയെ ഞാൻ ആർക്കും വിട്ടു ചുമ്മാ അളിയ അവിടെ പോയി അളിയ. അയ്യേ എന്താ അളിയ പറഞ്ഞാ മനസ്സിലാവൂലേ? അപ്പൊ അവരൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ഞാൻ എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല അമ്മാവ എല്ലാം അങ്ങോട്ട് വലിച്ചു വാരി തന്നത്. സന്തോഷമായി പോലീസ് മോനെ, സന്തോഷായിടാ. ക്ലീറ്റസ് മോൻ ഇവിടെ ഒറ്റയ്ക്കാവൂലോ, ഞാൻ പോയാലോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ അവന് സ്നേഹിക്കാൻ ഒരു അളിയൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോ സന്തോഷമായി. നാട്ടിലെ എന്റെ അളിയൻ കനകനും ഇവനും ഒരു ഞെട്ടില് രണ്ടല്ലേ പോലെയാണ് ജീവിച്ചിരുന്നത്. ഇവൻ അവിടുന്ന് പോന്നതിന്റെ ശേഷം ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ നോക്ക്, ആ വാതിലിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ക്ലീറ്റസിന്റെ വീടിന്റെ അങ്ങോട്ട് നോക്കിയിട്ട് എന്റെ കനകൻ കണ്ണിന്നിങ്ങനെ കണ്ണീര് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇതിനാ മോനെ കരണെന്ന് ചോദിച്ചപ്പോ എന്റെ ചിറകൊടിഞ്ഞ ചങ്ക് പൊട്ടു. ക്ലീറ്റല്ലോടത്തേക്ക് ജീവിക്കാൻ പറ്റില്ല. അവരുടെ ഒറ്റ കരച്ചിലെന്റെ കനകൻ. എനിക്ക് എന്റെ കഥകളെ പോകണം. എന്റെ ക്ലീറ്റമ്മ ഞാൻ കൊണ്ടോട്ടെ. എടുത്തോ, കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയിട്ട് ഇവന്റെ അളിയനെ ഏൽപ്പിച്ചേ. കൊണ്ടുപോയിക്കോ. കണ്ടോടാ, ചങ്ക് പറിച്ചിട്ടായാലും കനകിന്റെ നിന്റെ സ്നേഹം കണ്ടിട്ട് നിന്നോട് പൊക്കോളാൻ ഇനി നമുക്ക് നിൽക്കണ്ട. നാളെ രാവിലെ തന്നെ എല്ലാവർക്കും പോവാം. പോവാടാ. തങ്കത്തിനോടും തക്കളിമോളോടും റെഡി ആവാൻ പറയും. മോനെ, ഞങ്ങളെല്ലാരും നാളെ രാവിലെ പോവാടാ. മാമനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു രാവിലെ പോവാൻ. ഓട്ടോറിക്ഷ ഇല്ല അമ്മാവ, നിങ്ങൾ ഇത്രയും പേര് ഓട്ടോറിക്ഷ കയറി പോകാൻ പറ്റില്ല. ഞാനൊരു പണി ചെയ്യാം. ഞാനൊരു ഇന്നോവ കാർ ഏർപ്പാട് ചെയ്യാം. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഇന്നോവ കാറോ? അമ്മ നിങ്ങക്ക് സുഖമായിട്ട് എല്ലാവർക്കും പോകും. കറക്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഈ പൈസ കൊടുത്തിട്ട് 5000 ഉണ്ട്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ കൊടുക്കാം. അപ്പൊ നാളെ രാവിലെ നേരത്തെ വണ്ടി വരും? വണ്ടി രാവിലെ വരും. ശരിക്കും പറഞ്ഞ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടോ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നത്. വിധിയാണോ വിധി? എന്താ മാവാ ഇളയന്മാരൊക്കെ ഇങ്ങനെ എന്നെ സ്നേഹിച്ച് കൊല്ലേ? അത് ഓരോരുത്തർക്ക് ഓരോ വിധി. അളിയന്മാര് സ്നേഹിച്ച് സ്നേഹിച്ച് നിന്നെ കൊല്ലണം എന്നായിരിക്കും നിന്റെ വിധി. പെറ്റമ്പേരെ പോറ്റമ്പേരെ ഇടയ്ക്ക് പെട്ട പോലെയായി ഞാൻ. എനിക്ക് എല്ലാ അളിയന്മാരും വേണം. ഇപ്പൊ ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അളിയന് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാറുണ്ട്. എനിക്കാരായാലും ഉച്ചയായ നേരം ഉച്ചയായല്ല. രാവിലെ ഞാൻ ഒരു ഒച്ച കേട്ടായിരുന്നു. എന്താ വെച്ചാ വണ്ടി പോണം. നീ കണ്ടോ പോണ? ടയറിന്റെ പാടുണ്ടല്ലോ. പോയി സാധനം പോയി. അയ്യോ രക്ഷപ്പെട്ട് ബാധകളൊക്കെ പോയി അല്ലേ? അതെ അതെ. അളിയാ 1 2 3 അങ്ങനെ 3 പൊങ്ങടി 4 5 6 എന്തൊരു വെയിറ്റ് ആണ്. അയ്യോ എടി ഇതൊരു 10 പ്രാവശ്യം ചെയ്യണം കേട്ടാ. അളിയൻ പോയില്ലേ? അളിയൻ പോയില്ലേ? പോയല്ലോ. അളിയനും അമ്മാവനും ഒക്കെ പോകാൻ വേണ്ടിയാണ് ഞാൻ ഇന്നോവയ്ക്ക് പൈസ തന്നത്. അല്ല അതിനിപ്പം അമ്മാവ ഇന്നോവയില് പോയല്ലോ. അതിന് നിങ്ങൾ പോകാൻ എന്താ?
നമ്മളെല്ലാരും കൂടെ പോണോന്ന് തന്നെ ആയിരുന്നു തീരുമാനം. പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങൾ പോണെന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ അളിയന് ഭയങ്കര വിഷമമില്ലേ. അത് കണ്ടപ്പോ അമ്മാവന് ഒരേ നിർബന്ധം, നമ്മൾ എല്ലാരും കൂടെ പോണത് ശരിയല്ല, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. അമ്മാവൻ പോയി ഒന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കി കുറച്ച് ദിവസം നിന്നിട്ട് ഇങ്ങ് വരാന്ന് പറഞ്ഞു. അളിയ ഇപ്പൊ സന്തോഷമായില്ലേ അളിയ? ആയില്ലേ ആയില്ലേ? ഒന്നല്ല, ഞങ്ങളിനി ഇവിടെ തന്നെ കാണാൻ എങ്ങും പോവില്ല. ആ നിനക്ക് സന്തോഷമായല്ലോ? ശരിക്കും ചേട്ടന് വിഷമാവെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോവാന്. എടി പോത്തെ, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ആ അത് നേടിയെടുക്കാതെ ക്ലീറ്റോ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. പൊട്ടയാളിയെ Alien versus Alien.